Hi dears, welcome back to our chemistry class. In the last class, we have started our third chapter, redox reactions and rate of chemical reaction. And we already discussed the first topic, that is the law of conservation of mass proposed by Lavoisier. And we already discussed some activities, that is related to how to balance a chemical equation. Today we are going to take a new topic which is closely related to chemical reactions, that is oxidation and reduction. These are two processes and these processes are in opposite, which means oxidation is a process and reduction is another process. These two processes are in opposite reactions. Okay. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലൂടെ ഇതെന്താണെന്ന് പറയാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മളൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. അതായത് മഗ്നീഷ്യവും ക്ലോറിനും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്ന പ്രോസസ്സ്. സോ ഈ റിയാക്ഷനിൽ, അതായത് മഗ്നീഷ്യവും ക്ലോറിനും കമ്പൈൻ ചെയ്ത് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്ന റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോവാണ്. അപ്പൊ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ്? യെസ്, നമ്മള് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക, അല്ലെ? അപ്പൊ മഗ്നീഷ്യത്തിന്റെ സിമ്പിൾ എന്താണ്? Mg ആണ്, അല്ലെ? ക്ലോറിന്റെയോ Cl ആണ്, അല്ലെ? ക്ലോറിൻ is a diatomic molecule, so it always exists as 2 in subscript. Okay. ഇത് കമ്പൈൻ ചെയ്താല് എന്ത് കിട്ടുന്നു? MgCl2, അതായത് മഗ്നീഷ്യം ക്ലോറൈഡ്. So here the reactants are magnesium and chlorine and the product magnesium chloride. Okay. അപ്പോ ഇവിടെ മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്, അല്ലെ? അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282, ക്ലോറിന്റെ 287, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. ഇനി നോക്കൂ, ഇവിടെ കെമിക്കൽ റിയാക്ഷന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? യെസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇത് എക്സാമിനൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരുപാട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണ് റിയാക്ഷനിൽ പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളതൊന്നും റിയാക്ഷനിൽ പങ്കെടുക്കില്ല. കാരണം എന്താണ്? അവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അവര് സ്റ്റേബിൾ ആണ്. ഒരുപാട് പേര് ആ ക്വസ്റ്റ്യന് തെറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പേഴ്സണൽ ആയിട്ട് പറയാതിരുന്നത് ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പൊ 281 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവര് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യാം. അതേസമയം ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 7, 6, 5 ഇതൊക്കെ വന്നു കഴിഞ്ഞാല് അവര് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്താ അങ്ങനെ ഒന്നുമില്ല, 2ഉം 1ഒക്കെ ആണെങ്കിൽ അത് കൊടുക്കല്ലോ എളുപ്പം. 7 എണ്ണം കൊടുക്കുന്നതിലും നല്ലത് 2 1 കൊടുക്കുന്നതാണ്, അല്ലെ? അപ്പൊ ഈ 7 എണ്ണം കൊടുക്കുന്നതിൽ നല്ല എന്താണ്? 1 ഇങ്ങോട്ട് സ്വീകരിച്ചാൽ 8 ആയി കഴിഞ്ഞില്ലേ? 8 ആവാൻ വേണ്ടിയിട്ടല്ലേ ഇവർക്ക് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ 8 ആണെങ്കിൽ അവര് സ്റ്റേബിൾ ആണ്, ഒക്ടറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആണ്. അപ്പൊ അവര് റിയാക്ഷനിൽ ഒന്നും പങ്കെടുക്കില്ല. ഇനി ഞാൻ അതുപോലെ ഒരുപാട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് അതിൽ ഏത് ആറ്റാണ് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നത്, ഏത് ആറ്റാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എപ്പോഴും ഡൊണേറ്റ് ചെയ്യുക. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 2, 1 അങ്ങനെ വരുമ്പോ അവര് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുക. ആ 2 എണ്ണം 1 കൊടുത്താൽ മതിയില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് 7, 6 ഔട്ടർ മോസ്റ്റ് ഷെല്ലില്, അവസാനത്തെ ഷെല്ലില് 7, 6 ഒക്കെ ആണെങ്കിൽ അവര് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് 1, 2 ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുക. 7 എണ്ണം കൊടുക്കുന്നതിൽ നല്ലത് 1, 2 ഇങ്ങോട്ട് വാങ്ങുന്നതല്ലേ? അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഇനി തെറ്റിക്കരുത്. ഓക്കെ.
അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യത്തിന്റെ കേസ് എന്ന് പറഞ്ഞു നോക്കൂ. ഇവര് ഈ മഗ്നീഷ്യം ഡൊണേറ്റ് ചെയ്യാണോ ചെയ്യാ, അക്സെപ്റ്റ് ചെയ്യാണോ ചെയ്യാ? യെസ്, എന്താണ് ചെയ്യാ? ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യാ അല്ലെ? കാരണം എന്താണ്? അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താണ് ചെയ്യാ, ലോസ് ചെയ്യാണ് ചെയ്യാ. ഈ രണ്ടെണ്ണം വിട്ടുകൊടുക്കാണ് ചെയ്യാ അല്ലെ? അപ്പൊ 7 ഇവിടെ 7 ആയതുകൊണ്ട് ഇതിന് എന്തിനുള്ള ടെൻഡൻസിയാണ്? യെസ്, ആക്സെപ്റ്റ് ചെയ്യാനുള്ള, സ്വീകരിക്കണം. ഒന്ന് ഇങ്ങോട്ട് സ്വീകരിച്ചാ മതിയല്ലോ അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു അല്ലെ, നഷ്ടപ്പെടുത്തുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക് ഏത് ചാർജാണ് കിട്ടുക? യെസ്, പോസിറ്റീവ് ചാർജാണ് കിട്ടുക. എന്താ ആലോചിച്ചാൽ മതി, എപ്പോഴും ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക് പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും അല്ലെ? ഒരാൾക്ക് എന്തെങ്കിലും സാധനം കൊടുക്കണം എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ആളാണ് അല്ലെ? അപ്പൊ ഇവിടെ അങ്ങനെ ചിന്തിക്കുക. ഇവിടെ എന്താണ്? 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുക, ഡൊണേറ്റ് ചെയ്യാണ്. അപ്പൊ ഇതിന് എന്ത് കിട്ടി? മഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടി അല്ലെ? എത്ര പോസിറ്റീവ് ചാർജ്? യെസ്, 2 പോസിറ്റീവ് ചാർജ്. കാരണം എന്താണ്? 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ 2 ക്ലോറിൻ ആറ്റങ്ങൾ ഉണ്ട്. അപ്പൊ ഓരോ ക്ലോറിൻ ആറ്റവും ഓരോ ഇലക്ട്രോണിനെ, മഗ്നീഷ്യം കൊടുക്കുന്ന ഓരോ ഇലക്ട്രോണിനെ സ്വീകരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഈ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് മഗ്നീഷ്യം എന്ത് ചെയ്യുന്നു എന്നൊന്ന് എഴുതി നോക്കാം. അതായത് മഗ്നീഷ്യം എന്താ ചെയ്യുന്നത്? യെസ്, മഗ്നീഷ്യം എന്തായി മാറുന്നു? മഗ്നീഷ്യം 2+, 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തുന്നു, ഡൊണേറ്റ് ചെയ്യുന്നു അല്ലെ? +2 ഇലക്ട്രോൺ, അതായത് 2 ഇലക്ട്രോണിനാണ് കൊടുക്കുന്നത്. അപ്പൊ മഗ്നീഷ്യം Mg2+ ആയി മാറുന്നു. എങ്ങനെ? 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട്, ലോസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ? അതേസമയം ഇത് സ്വീകരിക്കുന്നത് ആരാണ്? ഓരോ ക്ലോറിൻ ആറ്റമാണ്. കാരണം ഒരു ക്ലോറിൻ ആറ്റത്തിന് 1 ഇലക്ട്രോണിനെ സ്വീകരിക്കാനേ കഴിയുള്ളൂ. കാരണം ഇവിടെ 7 ഓൾറെഡി ഉണ്ട് അല്ലെ? അപ്പൊ ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി, സ്റ്റേബിൾ ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓരോ ക്ലോറിൻ ആറ്റവും സ്വീകരിക്കുന്നത് എത്ര ഇലക്ട്രോൺസ് ആണ്? യെസ്, 1 ഇലക്ട്രോൺ ആണ് അല്ലെ? അപ്പൊ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആൾക്ക് കിട്ടുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അപ്പൊ ക്ലോറിൻ ഇവിടെ ഏത് ചാർജാണ്? യെസ്, നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന, സ്വീകരിക്കുന്ന ആ ഒരു ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ആരാണ് ഇവിടെ സ്വീകരിക്കുന്നത്? ക്ലോറിൻ ആണ് അല്ലെ? ക്ലോറിൻ എന്താണ് ചെയ്യുന്നത്? യെസ്, ക്ലോറിൻ Cl എന്തു ചെയ്യുന്നു? 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് Cl മൈനസ് ആയിട്ട് മാറുന്നു. ഇവിടെ എന്താണ്? മഗ്നീഷ്യം Mg2+ ആയിട്ട് മാറുന്നു. എങ്ങനെ? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട്. ആൻഡ് ഓരോ ക്ലോറിൻ ആറ്റവും 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട്, മഗ്നീഷ്യം വിട്ടുകൊടുക്കുന്ന 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് Cl മൈനസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോ ഇലക്ട്രോണ് ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോസ് ചെയ്യുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജുമാണ് കിട്ടുന്നത്. അപ്പോ ഈ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കണം. ഇതിങ്ങനെ പറഞ്ഞു പഠിക്കണം കേട്ടോ. ഇങ്ങനെ എഴുതുന്ന സമയത്ത് മഗ്നീഷ്യം Mg2+ ആയി മാറുന്നു, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട്. ക്ലോറിൻ 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് Cl മൈനസ് ആയിട്ട് മാറുന്നു. ഒരുപാട് റിയാക്ഷൻസിന്റെ ഇങ്ങനെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതും ലോസ് ചെയ്യുന്നതുമായ റിയാക്ഷൻസ് നമുക്ക് എഴുതാണ്ട്. അപ്പൊ അതിനൊക്കെ എന്താണ് പേരെന്ന് നമ്മളിപ്പോ പറയും. അപ്പൊ നന്നായിട്ട് ഈ ഒരു റിയാക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഓൾറെഡി പറഞ്ഞു ഇവിടെ മഗ്നീഷ്യമാണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണ് നഷ്ടപ്പെടുന്നത് മഗ്നീഷ്യത്തിനാണ്. ക്ലോറിൻ ആണ് ഇവിടെ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത്, കിട്ടുന്നത്
ക്ലോറിൻ ആണ്. ഇങ്ങനെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നതും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതുമായ പ്രോസസ്സിനെ നമ്മൾ രണ്ട് നെയിം പറയും. ഓക്കെ, ഒന്നാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ആണ്. രണ്ടാമത്തെ പ്രോസസ് റിഡക്ഷൻ ആണ്. ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ. എന്താണ്? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് എന്ത്? ഓക്സിഡേഷൻ. ആൻഡ് റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിന് കിട്ടുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മെഗ്നീഷ്യത്തിന്റെയും ക്ലോറിന്റെയും റിയാക്ഷൻ പറഞ്ഞു. ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? ഇവിടെ ആർക്കാണ് ഇലക്ട്രോൺ ലോസ് ഉണ്ടായത്? യെസ്, മെഗ്നീഷ്യത്തിനാണ് അല്ലെ. അപ്പോ ഓക്സിഡേഷൻ സംഭവിച്ചത് ഇവിടെ മെഗ്നീഷ്യത്തിനാണ്. ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ആർക്കാണ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തത് അല്ലെങ്കിൽ കിട്ടിയത്? യെസ്, ക്ലോറിൻ ആണ് അല്ലെ. അപ്പൊ ക്ലോറിന് ഏത് പ്രോസസ്സാണ്? യെസ്, അവിടെ റിഡക്ഷൻ പ്രോസസ്സാണ് ക്ലോറിന്റെ കേസിൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വേറൊരു ടേമും കൂടി പരിചയപ്പെടാൻ പോവാണ്. എന്താന്ന് വെച്ചാല് റെഡ്യൂസിങ് ഏജന്റിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, റെഡ്യൂസിങ് ഏജന്റിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഓക്സിഡൈസിങ് ഏജന്റിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങള് ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആയിട്ടൊക്കെ മറന്നുപോകും. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക. റെഡ്യൂസിങ് ഏജന്റിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓക്സിഡൈസിങ് ഏജന്റിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് യു മീൻ ബൈ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്? യെസ്, റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആറ്റത്തിനാണോ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നത് ആ ആറ്റത്തെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്നാ പറയാം. ഏത് ആറ്റത്തിനാണോ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് ആ ആറ്റത്തിനെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്നാ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് നമ്മൾ പറഞ്ഞ റിയാക്ഷനില് മഗ്നീഷ്യം ക്ലോറിൻ കമ്പൈൻ ചെയ്ത് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്ന റിയാക്ഷനില് ഏതാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ഏതാണ് റെഡ്യൂസിങ് ഏജന്റ്? ഏതാണ്? യെസ്, മഗ്നീഷ്യത്തിനാണ് ഇലക്ട്രോൺ ലോസ് ഉണ്ടായത്. അപ്പോ അതാണ് റെഡ്യൂസിങ് ഏജന്റ്. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ആൻഡ് ക്ലോറിൻ ആണ് ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ, അതായത് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തത് അല്ലെ. അപ്പൊ ക്ലോറിൻ ആണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് റിഡക്ഷൻ. ഓക്കെ, അപ്പൊ തമ്മിൽ മാറിപ്പോവരുത്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക, എക്സാമ്പിൾ എടുത്ത് പഠിച്ചു വെക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ആറ്റം വിച്ച് ലോസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റെഡ്യൂസിങ് ഏജന്റ് and the atom which gain electron during chemical reaction is called oxidizing agent. And oxidation is the process of loss of electron and reduction is the process of gain of electrons. Okay, appo reducing agent inana oxidation സംഭവിക്കുന്നത്. reducing agent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റമാണ്. ആ പ്രോസസ്സിനെ, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ഓക്സിഡേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന ആറ്റമാണ്. ആ പ്രോസസ്സിനെ നമ്മൾ റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷനും റെഡ്യൂസിങ് ഏജന്റിന് ഓക്സിഡേഷനുമാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ബേസിൽ നമുക്ക് കുറച്ച് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ആ റിയാക്ഷനില് നമ്മള് ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതണം, അതുപോലെ റിഡക്ഷൻ റിയാക്ഷൻ എഴുതണം, ഓക്സിഡൈസിങ് ഏജന്റ് എഴുതണം, റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്നൊക്കെ എഴുതണം. അപ്പൊ ഒരു ടേബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് ചെയ്യണം. ഓക്കെ, നോക്കൂ, ഇവിടെ തന്നിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് മഗ്നീഷ്യവും ഫ്ലൂറിനും കമ്പൈൻ ചെയ്ത് മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ്. ഓക്കെ, അതായത് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്ന പോലെ തന്നെയാണ് റിയാക്ഷൻ വരുന്നത്. എന്റെ ബേസിൽ ഒരു ടേബിൾ കൊടുത്തു കണ്ടോ.
യെസ്. അപ്പൊ ഈ റിയാക്ഷനില് ഓക്സിഡൈസ്ഡ് ആറ്റം, ഏത് ആറ്റത്തിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? യെസ്, മഗ്നീഷ്യം ആണല്ലേ. അതായത് മഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസ് ആണ് F2. 2 ഫ്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഓരോ ആറ്റത്തിനും 1 വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാണ്? മഗ്നീഷ്യം ആണ് അല്ലേ. ആ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ, ആ ഓക്സിഡേഷൻ പ്രോസസ്സിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? യെസ്, Mg gives Mg2++ 2 ഇലക്ട്രോൺ. ആൻഡ് ഇവിടെ റെഡ്യൂസ് ചെയ്യുന്ന ആറ്റം ഏതാണ്? റിഡക്ഷൻ സംഭവിക്കുന്ന ആറ്റം ഏതാണ്? യെസ്, ഫ്ലൂറിൻ ആണ് അല്ലേ. അതായത് ഫ്ലൂറിൻ ആണ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ എങ്ങനെ എഴുതും? ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് F- ആയിട്ട് മാറുന്നു അല്ലേ. ദെൻ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്? യെസ്, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ സംഭവിക്കുന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? ഫ്ലൂറിൻ ആണ് അല്ലേ. അപ്പൊ ഫ്ലൂറിൻ ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ്? മഗ്നീഷ്യത്തിനാണ് അല്ലെ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന, അപ്പൊ മഗ്നീഷ്യത്തിനാണ് ഇലക്ട്രോൺ ലോസ് ഉണ്ടായത്. അപ്പോ മഗ്നീഷ്യമാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. നെക്സ്റ്റ് എന്താണ്? 2Na+Cl2 gives 2NaCl. ഈ റിയാക്ഷനിൽ ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാണ്? യെസ്, സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ് അല്ലേ. 11 അല്ലേ ഇലക്ട്രോണിക് അറ്റോമിക് നമ്പർ. അപ്പോൾ എന്ത് ചെയ്യും? ഈ 1 ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ആണുള്ളത് അല്ലേ. അപ്പൊ ഈ എണ്ണേന്റെ 1 ക്ലോറിൻക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പൊ ഇവിടെ 2Na ആറ്റം, കാരണം ഇവിടെ 2 ക്ലോറിൻ ആറ്റങ്ങളുണ്ട്. Cl2 എപ്പോഴും 2 ആയിട്ടാണ് നിൽക്കുക. ഇവിടെ 2 Na ആറ്റം, ഒരു എണ്ണയ്ക്ക് 1 കൊടുക്കാൻ കഴിയുള്ളൂ. അതൊരു ക്ലോറിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 2 Na ഉള്ളത് കൊണ്ട് ആ എണ്ണയും കൂടി ക്ലോറിന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 2 എണ്ണകൾ ചേർന്ന് 2 ക്ലോറിൻ ആറ്റത്തിന് ഓരോ ഇലക്ട്രോൺ കൊടുക്കുന്നു. ഇപ്പൊ 2Na+Cl2 gives 2NaCl. ഇവിടെ ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാണ്? യെസ്, Na ആണ് അല്ലേ. എന്നക്കല്ലേ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ എങ്ങനെ എഴുതാം? Na gives Na++ എന്നേന്റെ പ്ലസ് എവിടെ എഴുതുക? എന്നേന്റെ റൈറ്റ് സൈഡിൽ മുകളിൽ +1 ഇലക്ട്രോൺ അല്ലേ, ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്. ദെൻ റെഡ്യൂസ്ഡ് ആറ്റം ഏതാണ്? യെസ്, ക്ലോറിൻ ആണ് അല്ലേ. ദെൻ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ എങ്ങനെ എഴുതാം? അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? Cl+1 ഇലക്ട്രോൺ gives Cl-. ഓക്കെ, ദെൻ ഓക്സിഡൈസിങ് ഏജന്റ്, ഇവിടെ ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? അതാണ് ഓക്സിഡൈസിങ് ഏജന്റ് അല്ലേ, ക്ലോറിൻ. ദെൻ ഇവിടെ ആരാണ് റെഡ്യൂസിങ് ഏജന്റ്? ഏതാണ്? യെസ്, ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ്? Na-ക്കാണ്. അപ്പോൾ Na ആണ് റെഡ്യൂസിങ് ഏജന്റ്. ഇനി ഇവിടെ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതായത് ഓക്സിഡേഷനും റിഡക്ഷനും ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ബേസിൽ നമുക്ക് എന്തെഴുതണം? റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്നും ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണെന്നും അതുപോലെ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷനും ഇക്വേഷൻ ഓഫ് റിഡക്ഷനും ഏതൊക്കെയാണെന്ന് എഴുതണം. അപ്പോൾ ഒന്നിന്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആ ടേബിള് ടെക്സ്റ്റിൽ ഫില്ല് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ് 2 topics, that is 2 processes, that is oxidation and reduction, and we have also familiar with 2 terms, that is reducing agent and oxidizing agent. Okay, അപ്പോൾ നമ്മൾ ഇന്ന് ഓക്സിഡേഷൻ എന്താണെന്നും റിഡക്ഷൻ എന്താണെന്നും അതുമായി റിലേറ്റ് ചെയ്ത ടേംസും ആണ് പരിചയപ്പെട്ടത്. അപ്പൊ നിങ്ങൾക്കൊരു ഹോംവർക്കും ഞാൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. സോ നമ്മൾ ഇന്നത്തെ
ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.